ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാനുള്ള നീക്കങ്ങൾ LDF, UDF മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞു. സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തിയാക്കിയ ഇരു മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പന്ത് പാർട്ടികളുടെ കോർട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ LDF മുന്നണിയുടെ സ്വസ്ഥത തകർക്കുന്നതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന LDFന് NCP ആണ് പുതിയ സമ്മർദ്ദം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ശരത് പവാർ പക്ഷമല്ല ഔദ്യോഗിക പക്ഷം, NCP എന്ന് പറയുന്നത് അത് അജിത് പവാറിൻ്റെ പക്ഷമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു. ഇത് പാർട്ടിയുടെ താക്കോലും ചിഹ്നവും അവർക്ക് കൈമാറുകയും ചെയ്തു. ഈ പ്രതിസന്ധി മുതലെടുക്കാനുള്ള നീക്കമാണ് കേരളത്തിലെ NCPയിലെ ചില നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. ദേശീയ തലത്തിലെ NCPയിലെ പുതിയ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് മന്ത്രിസ്ഥാനത്തിനായി സമ്മർദ്ദം ശക്തമാക്കി MLA തോമസ് കെ തോമസ് എത്തിയതോടെ കാര്യങ്ങൾ LDFന്റെ കൈവിട്ടു പോവുകയാണ്. 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച തോമസ് കെ തോമസ് കേരളത്തിലെ നേതൃത്വം അത് നിഷേധിച്ചതിൽ പ്രതിഷേധിക്കുകയും നിരാശയിലുമാണ്. ഇതിനിടയിലാണ് ശരത് പവാറിന് പാർട്ടി അടിയറവ് വെക്കേണ്ടി വന്നത്. ഇത് മുതലെടുത്ത തോമസ് കെ തോമസ് ശരത് പവാറിനെ കണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാനായി ഭരണകക്ഷി MLA എന്നുള്ള നിലയിൽ ചൊവ്വാഴ്ച ഡൽഹിയിലെത്തിയ കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉടൻ തന്നെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിലാണ് മന്ത്രിസ്ഥാനം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്. മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എങ്കിൽ അജിത് പവാർ പക്ഷത്തേക്ക് മാറുമെന്ന മുന്നറിയിപ്പും തോമസ് കെ തോമസ് നൽകുമെന്നാണ് വിവരം. അജിത് പവാർ പക്ഷത്തേക്ക് മാറുക എന്നാൽ തത്വത്തിൽ BJPക്കൊപ്പം ചേരുമെന്നും പറയേണ്ടി വരും. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഉൾപ്പെടെ 7 ജില്ലകളിലെ നേതാക്കളും ഒപ്പമുണ്ട് എന്ന അവകാശവാദവും തോമസ് കെ തോമസ് ഉന്നയിക്കുന്നുണ്ട്. PC ചാക്കോ സംസ്ഥാന അധ്യക്ഷനായ NCPയിൽ 2 MLAമാരാണുള്ളത്. ഇതിൽ AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുറച്ചുകാലം പുറത്തുനിന്നത് മാറ്റി നിർത്തിയാൽ 5-6 വർഷമായി ശശീന്ദ്രൻ മന്ത്രിയായി പിണറായിക്കൊപ്പമുണ്ട്. ശശീന്ദ്രനെ മാറ്റി മന്ത്രിസ്ഥാനം തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തോമസ് കെ തോമസ് MLA രംഗത്ത് വന്നിരിക്കുന്നത്. NCPയുടെ മന്ത്രിസ്ഥാനം പങ്കിടാൻ ദേശീയ നേതൃത്വം ഇടപെട്ട് ധാരണയുണ്ടാക്കിയിരുന്നുവെന്നും അത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിക്കും LDF കൺവീനർക്കും നേരത്തെ കത്ത് നൽകിയിരുന്നു. എന്നാൽ അങ്ങനെയൊരു തീരുമാനമില്ലെന്നും തോമസിന് മന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറയട്ടെ എന്നും സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ പ്രതികരിച്ചതോടെ ഒരു പിളർപ്പ് അന്നേ മണത്തതുമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനത്തിൻ്റെ പേരിൽ തർക്കമുണ്ടായെന്നും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയ പ്രഫുൽ പട്ടേൽ നടത്തിയ ചർച്ചയിലാണ് വീതം വയ്ക്കാൻ തീരുമാനിച്ചതെന്നും തോമസ് കെ തോമസ് അവകാശപ്പെട്ടിരുന്നു. നേരത്തെ PC ചാക്കോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇതേ MLA തോമസ് കെ തോമസ് രംഗത്ത് വന്നിരുന്നു. PC ചാക്കോ പകയോടെ പെരുമാറുന്നു എന്നതാണ് പ്രധാന ആരോപണം. ഏകാധിപത്യ സമീപനമാണ് ചാക്കോ സ്വീകരിക്കുന്നത്. ഇടത്തും വലത്തും സിൽബന്ദികളെ വെച്ച് പെരുമാറുന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് പുറമെ PC ചാക്കോ പബ്ലിസിറ്റിയുടെ ആളാണെന്ന വിമർശനവും തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നത്. എല്ലാത്തിനും ഒടുവിലാണ് കേരളത്തിലെ പാർട്ടിയെ പിളർത്തി മറുകണ്ഠം ചാടാൻ തോമസ് കെ തോമസ് ലക്ഷ്യമിടുന്നത് എന്നും പറയാം.